നമ്മൾ താമസിക്കുന്ന മാതൃ ഗാലക്സിയാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. കണ്ണുകൾ കൊണ്ട് ആകാശത്ത് കാണാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. എന്നാൽ എപ്പോൾ, ഏത് സമയത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് മിൽക്കി വേ കാണാൻ സാധിക്കും? എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിലീവർ മീഡിയ വണ്ണിലേക്ക് സ്വാഗതം. ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് ഗാലക്സികൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ പ്രപഞ്ചം. അതിൽ നമ്മൾ ജീവിക്കുന്നത് മിൽക്കി വേ ഗാലക്സിയിലാണ്. മിൽക്കി വേ എന്ന് പറയുന്നത് ഒരു സ്പൈറൽ ആകൃതിയിലുള്ള ഗാലക്സിയാണ്. ഇതിൽ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഈ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളാണ് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 100 മില്യണിലധികം നക്ഷത്രങ്ങൾ കാണപ്പെടുന്നു. ഏകദേശം മിൽക്കി വേയുടെ ഈ ഭാഗത്താണ് നമ്മളുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിൽക്കി വേയുടെ 2 ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പ്രധാനമായും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുക. അതിന് കാരണം മിൽക്കി വേ ഗാലക്സി ഒരു സ്പൈറൽ ആകൃതിയിലുള്ളതാണ് എന്നതാണ്. മിൽക്കി വേയുടെ മധ്യഭാഗമാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗം. ഈ ഭാഗത്ത് പ്രകാശം വളരെയധികം കൂടുതലാണ്. മറ്റൊന്ന് ഇതിൻ്റെ എതിർഭാഗമാണ്. ബൗണ്ടറി പാർക്ക് എന്നാണ് ആ ഏരിയയെ വിളിക്കുന്ന പേര്. എന്നാൽ ആ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം ഇവിടെ കാണാൻ സാധിക്കുകയില്ല. നക്ഷത്രങ്ങൾ മാത്രമാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുക. അൽക്കുവ മിൽക്കി വേ ക്യാമ്പ് ഗ്രൗണ്ട് സ്പോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അബുദാബി മുസഫയിൽ നിന്നും അല്ലൈൻ ട്രക്ക് റോഡ് വഴി 1 മണിക്കൂർ യാത്ര. മറ്റൊരു വശം അൽക്കുവ ന്യൂ സാബിയയിൽ നിന്നും അബുദാബി ട്രക്ക് റോഡ് വഴി 1 മണിക്കൂർ യാത്ര. എന്നാൽ നിഗൂഢതയും സാഹസികതയും നിറഞ്ഞതായിരിക്കും ഈ ഒരു യാത്ര. തീരെ പ്രകാശമില്ലാത്ത സ്ഥലങ്ങൾ, ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം പോലുമില്ലാത്ത റോഡുകൾ, ഒരു അഡ്വഞ്ചർ ഫീൽ നൽകാൻ സാധിക്കും ഈ യാത്രയ്ക്ക്. എന്നാൽ ഭക്ഷണം പോലെയുള്ള അത്യാവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മയാണ് ഇങ്ങോട്ടുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വളരെ ഗണ്യമായ കുറവ് വരുത്താറുള്ളത്. എന്നാൽ മിൽക്കി വേ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഒരു അത്ഭുത പ്രതിഭാസമായിരിക്കും. ബില്യൺ കോടി നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന ആകാശ വിസ്മയ കാഴ്ച. അതിമനോഹരമാണ് ആ കാഴ്ച കാണാൻ. അതുകൊണ്ടുകൂടിയാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികൾ അതിസാഹസികമായി ഈ കാഴ്ച കാണാൻ ഇവിടെ എത്തുന്നത്. മറ്റൊരു രസകരമായ വസ്തുത എന്തെന്നാൽ, മിൽക്കി വേ ഗാലക്സിയുടെ ചിത്രങ്ങൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ തിരയുകയാണെന്ന് കരുതുക. വളരെ വലിയൊരു കളക്ഷൻ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അവയിൽ തന്നെ ഹൈ റെസൊല്യൂഷനുള്ളവയും വ്യത്യസ്ത ആംഗിളിലും വ്യത്യസ്ത നിറങ്ങളിലുമുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് എടുത്തതെന്ന്? എന്നാൽ അതിൻ്റെ അടിസ്ഥാനം എന്തെന്നാൽ, ഈ ചിത്രങ്ങളൊന്നും മിൽക്കി വേ ഗാലക്സിയുടേതല്ല എന്നതാണ്. അതെ, മിൽക്കി വേ ഗാലക്സിയുടെ ചിത്രങ്ങൾ എടുക്കാൻ നമ്മുടെ ശാസ്ത്രലോകത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്തെന്നാൽ, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 26,000 പ്രകാശവർഷം അകലെയാണ് നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. അതായത് മിൽക്കി വേയുടെ പുറത്തു കടന്നാൽ മാത്രമേ നമുക്ക് മിൽക്കി വേയുടെ ഒരു ചിത്രം എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നിലവിൽ ഇന്നുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. മിൽക്കി വേയുടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് നാം കാണുന്ന ചിത്രങ്ങളെല്ലാം മറ്റു സ്പൈറൽ ഗാലക്സികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തവയാണ്. മിൽക്കി വേ ഗാലക്സിയെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രലോകത്തിന് കൂടുതലൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. നമ്മുടെ ശാസ്ത്ര ഗവേഷക ലോകത്തിന് ചന്ദ്രനപ്പുറത്തേക്ക് മനുഷ്യനെ ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എപ്പോഴാണ് നമുക്ക് മിൽക്കി വേയുടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുക? ഏതെല്ലാം മാസങ്ങളിലാണ് നമുക്ക് നമ്മുടെ ഈ വിസ്മയലോകം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുക? നമ്മുടെ കണ്ണുകൾ കൂടാതെ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ വഴി നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുമോ? തുടങ്ങിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ കണ്ട കാഴ്ചകൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.